ഹലോ, സുഖല്ലേ? ഈ ഹോർമോൺസ് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ജാതി സാധനമാണ് കേട്ടോ. ഇത് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ക്വാണ്ടിറ്റിയിൽ, പ്രൊഡ്യൂസ് ചെയ്യേണ്ട സമയത്ത്, പ്രൊഡ്യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് നിന്ന് ഇത് കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു മന്തിൽ ഈ ഹോർമോൺസിൻ്റെ ഒരു 20-20 മാച്ചാണ് അവരുടെ ബോഡിയിൽ നടക്കുന്നത്. സോ ഇത് എവിടെയെങ്കിലും ഒന്ന് തെറ്റിയാൽ ദാ കിടക്കുന്നു. സോ നിങ്ങളുടെ ഈ ഹോർമോൺ ഇംബാലൻസിന്റെ കാരണം നിങ്ങളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലോ മാത്രമായിരിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങളുടെ സറൗണ്ടിങ്സ് കൂടി ആയിരിക്കാം. ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ, അതിൻ്റെ കൂടെ നിങ്ങളുടെ സറൗണ്ടിങ്സും ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന സാഹചര്യം, നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആവട്ടെ, ഫാമിലി ആവട്ടെ, പാർട്ട്ണർ ആവട്ടെ, നിങ്ങളുടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എന്ത് കണ്ടീഷൻ നിങ്ങൾക്ക് വന്നാലും ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഹോർമോൺ ഇംബാലൻസ് വരും. സോ നിങ്ങൾ ഈ ലൈഫ് സ്റ്റൈലും മീറ്റിംഗ് ഹാബിറ്റ്സും ഒക്കെ നോർമൽ ആക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സറൗണ്ടിങ്സ് കൂടി ഒന്ന് അടിപൊളിയായിട്ട് വെക്കാൻ നോക്കുക. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒരുപോലെ പോയാലേ ഇതൊക്കെ റെഗുലേറ്റ് ആവാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഫോൾട്ടൊന്നും ആയിരിക്കണമെന്നില്ല, നിങ്ങളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടായ പിഴവൊന്നും കൊണ്ടായിരിക്കണം എന്നില്ല നിങ്ങൾക്ക് ഈ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ വന്നത്. സോ നിങ്ങളുടെ സറൗണ്ടിങ്സ്, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തും നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിനെ പോലെയും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ റെഗുലേറ്റ് ചെയ്യുന്നതിനോടൊപ്പം അതും ഇമ്പോർട്ടൻ്റ് ആണ്.